ഹായ് കൂട്ടുകാരെ, കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? അതെ, ഇന്ന് വിജയദശമിയാണ്. അപ്പോൾ പുതുതായിട്ട് എന്ത് തുടങ്ങുകയാണെങ്കിലും ഇന്ന് തുടങ്ങാൻ വളരെ നല്ല ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡ്രോയിങ് പുതുതായിട്ട് പഠിച്ചാലോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ്സാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താ അറിയോ? സർക്കിൾ വെച്ചിട്ട് നമുക്ക് പല രൂപങ്ങൾ ഉണ്ടാക്കാം. അതിൽ കുറച്ച് രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? നല്ലൊരു ദിവസമല്ലേ, വിജയദശമിയിലെ നമുക്ക് ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങാം. ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഡ്രോയിങ് വരച്ച് തുടങ്ങിയാലോ? അപ്പൊ ഞാനിവിടെ 8 സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ 8 സർക്കിളിനെ നമുക്ക് 8 ചിത്രങ്ങളാക്കി മാറ്റാം. ഓക്കെ, തുടങ്ങിയാലോ? ആദ്യത്തെ സർക്കിൾ. ആദ്യത്തെ സർക്കിളിൽ നമുക്ക് എന്ത് വരയ്ക്കാം നോക്കാം. ഒരു കണ്ണ് വരച്ചു. രണ്ടാമത്തെ കണ്ണ് വരച്ചു. ഒരു മൂക്ക് വരച്ചു. ട്രയാങ്കിൾ ഷേപ്പിലൊരു മൂക്ക്. ഡബ്ല്യു ഇല്ലേ, സ്മോൾ ലെറ്റർ ഡബ്ല്യു പോലെ എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ കുറെ കുത്ത് വിട്ടു കൊടുക്കാം. ഈ ട്രയാങ്കിള് മൂക്കില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ കളർ ചെയ്യട്ടാ. ഓക്കെ, ഇനി നമുക്ക് കണ്ട, നമുക്ക് മീശ വരയ്ക്കാം. അറിയോ? മനസ്സിലായോ എന്താണ് ഒരു ഇതെന്താണ് വരച്ചിരിക്കുന്നത്? അതെ, ഒരു അടിപൊളി പൂച്ച. വളരെ സിമ്പിളായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരച്ചു? ഒരു സർക്കിൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കുഞ്ഞി കണ്ണുകൾ, ഒരു മൂക്ക്, ഒരു ഡബ്ല്യു മീശ, പിന്നെ 3 മീശരോമങ്ങള്, പിന്നെ ഒരു കവിൾ. ഓക്കെ, ഒരു ചിരിക്കുന്ന പൂച്ചയെ കിട്ടിയോ? ഓക്കെ, അതെ, രണ്ടാമത് നമുക്ക് വേറെ ആള് വരയ്ക്കാം. ഓക്കെ, ശരി, നോക്കാം. രണ്ടാമത് വരയ്ക്കാൻ രണ്ട് കണ്ണ് വരയ്ക്കൂ. ഇങ്ങനെ വരയ്ക്കുക, ഓവൽ ഷേപ്പില്, ബ്ലാക്ക് കളറ് ചെയ്തിട്ട് 2 കണ്ണുകൾ വരയ്ക്കും. ഓക്കെ, മൂക്ക് വരയ്ക്കാം. മൂക്ക് വരയ്ക്കാൻ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ മൂക്ക് വരയ്ക്കാണ്. ഓക്കെ, അതെ, വാഴ
വായ സ്മോള് W എഴുതുന്ന പോലെ വളരെ ഇനി നമുക്ക് ഈശ്വരമൊന്ന് വരയ്ക്കണം. ഇതാരാ ആളും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരേ. ഇപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ആരാവത്. സൗരഭിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നാ നമുക്ക് ചെവി കൂടി വരക്കാം. ചെവി വരക്കുമ്പോ നിങ്ങക്ക് എന്തായാലും മനസ്സിലാവും. ചെവി വരച്ചാം. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ. നോക്കൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ചിത്രവും വരച്ചു. സർക്കിളിന് എനിക്കറിയില്ല. പറയട്ടെ ഞാൻ. അതെ, രണ്ടാമത്തെ സർക്കിളും വരച്ചു. ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഇത് മുയൽ. അതെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റാബിറ്റിന് എന്ത് ചെയ്യാം? മീശ കൊടുക്കും. അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ റാബിറ്റ് കൂടുതൽ സുന്ദരനാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വട്ടത്തിൽ ഒരു മൃഗത്തിനെ വരച്ചാലോ? കൂട്ടുകാർക്കെല്ലാം ആംഗ്രി ബേർഡിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സിനിമയിലൊക്കെ കാണുന്ന ഒരു ആംഗ്രി ബേർഡിനെ നമുക്ക് വരച്ച് നോക്കിയാലോ? അതെ, ആംഗ്രി ബേർഡ് എന്ന് പറയുമ്പോ റെഡ് ആംഗ്രി ബേർഡ്. ഓ, എന്തൊരു ദേശീയല്ലേ. നമുക്ക് ആംഗ്രി ബേർഡിനെ വരച്ച് നോക്കിയാലോ? വരച്ചു നോക്കാം. അതിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യം തലഭാഗത്ത് ഇങ്ങനെ വരച്ചു. ഓക്കെ, നമ്മളൊരു വി വരയ്ക്കും. വി വരയ്ക്കാൻ പറ്റുണ്ടോ എല്ലാവർക്കും? വി വരച്ച് കഴിഞ്ഞ് മുകളിലേക്ക് എന്ത് ചെയ്യാ? ഇത് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ആംഗ്രി ബേർഡിന്റെ പുരികങ്ങൾ, ഐബ്രോസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കണ്ണ് വരയ്ക്കണം അല്ലേ? കണ്ണെങ്ങനെ ആംഗ്രി ബേർഡിന് എപ്പോഴും ദേഷ്യത്തില്ല. കണ്ണിൽ അടുക്കുക. ആംഗ്രി കാണിക്കുന്നുണ്ടോ? കണ്ടാലെ പേടിയാവല്ലേ ആംഗ്രി ബേർഡിന്? നമ്മൾ വാലി വരച്ചില്ല. അപ്പൊ നമുക്ക് വാലി വരച്ച് നോക്കിയാലോ? അതെ, വാലെങ്ങനെയാ? ഇങ്ങനെ മൂന്നെണ്ണം വരച്ചോ എല്ലാവരും. ഇനി നമുക്ക് എന്താ വരക്കേണ്ടത്? മൂക്ക് വരയ്ക്കും. അതെ, കൊക്ക്. കൊക്ക് വരയ്ക്കാം. കൊക്ക് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മള് ആംഗ്രി ബേർഡിനെ വരച്ചു. നമുക്ക് അടുത്ത മൃഗത്തിനെ വരച്ചാലോ? അതെ, അപ്പൊ നമ്മള് കാറ്റിനെ വരച്ചു, റാബിറ്റിനെ വരച്ചു, ആംഗ്രി ബേർഡിനെ വരച്ചു. അപ്പൊ 3 ചിത്രങ്ങളായി. ഇനി നമുക്ക് വേറൊരാളെയും കൂടി വരക്കാം. നാലാമത്തെ എന്താ അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം. നമ്മളൊരു ആംഗ്രി ബേർഡിന്റെ ഒരു ശത്രു ഉണ്ട് അല്ലേ? ആംഗ്രി ബേർഡിന്റെ ശത്രുവിനെ വരയ്ക്കും. ആരാ? പിഗ്. വളരെ എളുപ്പത്തിൽ വരയ്ക്കാം. പിഗിനെ ഇങ്ങനെ വരച്ച് പിഗിന്റെ മൂക്കിൽ
ഇങ്ങനെ ഉണ്ട്. അതെ. ഓവൽ ഷേപ്പ്. ഓക്കെ, നമുക്കിനി പിഗിന്റെ ചെവി വരയ്ക്കാം. നമുക്ക് കണ്ണുകൾ വരച്ച് നോക്കിയാലോ? എല്ലാരും വരച്ചോ. ഇനി നമുക്ക് പിഗിന് 2 കണ്ണുകൾ വരയ്ക്കാം. കണ്ടോ? 2 സർക്കിള് വരച്ചു കഴിഞ്ഞാൽ പിഗിന്റെ കണ്ണുകൾ. നടുക്ക് എന്ത് ചെയ്യാ? കണ്ണുകൾ വരയ്ക്കും. പിഗായോ? ഇനി നമുക്ക് പിഗിന്റെ ചെവിയുടെ ഈ ഭാഗത്ത് ഒരു ഹാഫ് സർക്കിൾ കൂടി വരച്ചു കഴിഞ്ഞാൽ പിഗായി. ദേശത്തിലുള്ള പിഗല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? ഓക്കെ, നമ്മളിപ്പോ സർക്കിളിൽ 4 ചിത്രങ്ങളായല്ലേ. 5ാമത്തെ ഒരു ചിത്രം വരയ്ക്കാം. ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. അതെ, വെള്ളത്തിലുള്ള ഒരു സംഭവം വരയ്ക്കാം. ഓക്കെ, എന്താ വരയ്ക്കുന്ന അറിയാലോ നിങ്ങക്ക്? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അതെ അതെ, ഫിഷാണ് വരയ്ക്കാൻ പോണം. അതിനിപ്പോ എന്ത് ചെയ്യണം? നമ്മള് സർക്കിൾ കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിഞ്ഞ് ശരിക്കുള്ള ഒരു ഫിഷിന്റെ ഷേപ്പ് വരും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതെ, നമ്മള് ഫിഷും വരച്ചു. നമ്മള് എത്ര 5 ചിത്രങ്ങൾ വരച്ചു വെറും സർക്കിളുണ്ട് അല്ലേ. അടുത്ത് നമുക്ക് എന്താ വരയ്ക്കുക? നമുക്കൊരു ടേർട്ടിലിനെ വരയ്ക്കുക അല്ലേ. അതെ, കടലാമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ടേർട്ടിലിനെ വരയ്ക്കാൻ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഇനി നമ്മൾ വരയ്ക്കേണ്ടത് വാൽ. ഓക്കെ, ഇനി നമുക്ക് കാല് വരും. ആമയ്ക്ക് നമ്മുടെ പോലെ 2 കാലൊന്നുമില്ലേ, 4 കാലുണ്ട്. ഇനി നമുക്ക് ആമയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഷെല്ലാണ്. ഷെല്ല് ഭയങ്കര എന്താണ്? കട്ടിയാണ്. അതുകൊണ്ട് വേറെ മൃഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ആമയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഷെല്ലാണ്. ആമയുടെ തല ഈ ഷെല്ലിന്റെ ഉള്ളിലിടും. അതെ, ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ ഉപദ്രവിക്കാൻ വരുമ്പോ എന്ത് ചെയ്യും? ആമ ഷെല്ലിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കും. അതുകൊണ്ട് ആമനെ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആമയെ വരച്ചു. കടലിൽ മാത്രമേ നമ്മൾ എത്ര ചിത്രങ്ങളെ വരച്ചു? 1 2 3 4 5 6
ചിത്രങ്ങൾ വരച്ചു. ഇനി നമുക്ക് കടലിൽ മാത്രം ഉണ്ടാവില്ലേ? ഇനി നമുക്ക് കരയിലുള്ള ഒരാളെ വരയ്ക്കാം. ആരാ? കരയിലെ ഏറ്റവും വലിയ ജീവി ആരാ? ആന. ആനയെ വരച്ചാലോ? ഇനി നമുക്ക് അതെ, കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ആന. ആനയെ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതെ, ആനയെ എത്ര കണ്ടു കഴിഞ്ഞാലും വീണ്ടും കാണണം. ആനയും കടലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മതിയല്ല എന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട്. ശരിയാണല്ലേ? കുട്ടി ആനേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭംഗി. നമുക്ക് ആനയുടെ കാർട്ടൂണും കൂടി വരയ്ക്കാം. വരച്ചു നോക്കാം. ഈ വര പതുക്കെ ഇങ്ങനെ മായ്ച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ ആനയുടെ കുഞ്ഞും തുമ്പിക്കൈ ഇതൊരു കുട്ടിയാനയാണ്. ആനയുടെ കുഞ്ഞ് കൊമ്പുകൾ. ആനയുടെ ചെവിയുടെ ഉൾഭാഗം കൂടി ഇങ്ങനെ അരയ്ക്കും. അപ്പൊ നമ്മൾ ആനയും വരച്ചു കഴിഞ്ഞു. ഓക്കെ, വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വരച്ചെന്നാണ്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ആനയൊക്കെ പിന്നെ വരയ്ക്കാം. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വരച്ചിട്ടുണ്ട് റിയലിസ്റ്റിക് ആനയെ. ഇത് നമ്മുടെ കാർട്ടൂൺ സിമ്പിളായിട്ട് വരയ്ക്കുന്നത്, സർക്കിളിൽ വരയ്ക്കാൻ പറ്റിയ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ കൂട്ടുകാർക്കൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഒരാളെയും കൂടി വരയ്ക്കാം. എന്താണ് നമ്മുടെ നാഷണൽ ആനിമൽ? നമ്മളെ നാഷണൽ ആനിമൽ ആരാ? എല്ലാവർക്കും അറിയാലോ. അതെ, ടൈഗർ അല്ലേ? ടൈഗർ, ബംഗാൾ ടൈഗറാണ് നമ്മുടെ നാഷണൽ ആനിമൽ. നമുക്ക് ടൈഗറിനെ വരച്ച് നോക്കിയാലോ? വരയ്ക്കാം. ഓക്കെ. ആദ്യം ചെവി വരച്ചു. ഓക്കെ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 2 കണ്ണുകളാണ്. കണ്ണുകൾ വരച്ചു. നമുക്ക് വലിയൊരു മൂക്ക് വരയ്ക്കാം. മൂക്ക് ട്രയാങ്കിൾ ആണ്, പക്ഷെ ഷാർപ്പല്ല. സൈഡൊന്നും ഷാർപ്പല്ലാതെ വരയ്ക്കണം. ഓക്കെ. ഇനി നമുക്ക് 2-3 പല്ല് വരച്ചു കഴിഞ്ഞാലോ? അല്ലേ? ഓക്കെ.
നമ്മളെ ടൈഗർ എങ്ങനെയുണ്ട് നോക്കിയേ, നല്ല ടൈഗർ അല്ലേ? ആ, ശരിക്കുള്ള ടൈഗറിനെ പേടിയാണെങ്കിൽ എന്ത് നമ്മൾ കാർട്ടൂൺ ടൈഗറാണ് അല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ കുട്ടികളെ പേടിപ്പെടുത്താൻ പാടും ഇല്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടൈഗർ വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. ഓക്കെ, അപ്പോൾ നമ്മള് ചുരുക്കം വേണമെങ്കിൽ വരച്ചെടുക്കാം. അപ്പൊ ടൈഗർ ഫിനിഷ് ചെയ്തു. ഇതിനും ഇവിടെയും വേണമെങ്കിൽ നമുക്ക് പുരുകം വരച്ചെടുക്കാം കേട്ടോ. എല്ലാത്തിലും ക്യാറ്റിനും വേണമെങ്കിൽ ഒരു പുരുക്കൊക്കെ വരച്ചെടുക്കാം. അപ്പൊ നമ്മള് ഇന്നിപ്പോ 8 ചിത്രങ്ങള് വളരെ എളുപ്പത്തിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും അല്ലേ? കൂട്ടുകാർക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. വെറും സർക്കിൾ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം, ഈസി ആയിട്ട് വരച്ചെടുക്കാം. അപ്പൊ എല്ലാവരും വരച്ചു നോക്കണം. ഞാനിത് ബോർഡിലായതുകൊണ്ട് കളറും ചെയ്തില്ല. നിങ്ങൾ കളർ കൊടുത്ത് എനിക്ക് അയച്ചു തരണം. ഓക്കെ, മെയിലിൽ അയച്ചു തരണം, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അയച്ചു തരണം. ഓക്കെ, അപ്പോൾ നമ്മളെ വിജയദശമിയാണ്. അപ്പോൾ എല്ലാ കലകളും തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് വിജയദശമി. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നന്നായിട്ട് വരച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 1-2 തവണ തെറ്റിയാലൊന്നും കുഴപ്പമില്ല. കാരണം എന്താ, ആരും അത്ര പെർഫെക്റ്റ് അല്ല. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മളെ ഡ്രോയിങ്സും നമ്മളെ സ്ട്രോക്സ് ഒക്കെ നന്നായി വരും. നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെറും TV മൊബൈലൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിങ്ങനെയൊക്കെ നമ്മളെ കണ്ണ് കളയുന്നേക്കാളും എത്രയോ രസകരമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം വരച്ച് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ കാണിച്ചു കൊടുക്കുക, അവർക്കും സന്തോഷമാവും. അപ്പം നമുക്ക് നന്നായിട്ട് ഡ്രോയിങ് ചെയ്യാം. ഇതെല്ലാം ചിത്രങ്ങളെല്ലാം വരച്ച് വെക്കാം. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണുന്നവരെ ബൈ.